അങ്ങനെ ഞാൻ അമ്മയുടെ ഇളയ കുട്ടിയായതുകൊണ്ട് ഏത് സമയവും ഞാൻ അമ്മയുടെ കൂടെ നടക്കും. അമ്പലത്തിൽ പോകുമ്പോഴും പറമ്പിൽ അമ്മയ്ക്ക് ചെടികളെയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പൂച്ചെടികളെന്ന് വെച്ചാൽ വലിയ ജീവനാണ്. അപ്പോൾ ഇങ്ങനെ ചെടി നടാൻ പോകുമ്പോഴും പൂ പറിക്കാൻ പോകുമ്പോഴും പലതരം പുഷ്പങ്ങൾ ഏർത്ത് വെച്ച് അമ്മ ഫ്ലവർ വാസിൽ വയ്ക്കും. പലതരത്തിലുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹോബി, പലതരത്തിലുള്ള പച്ച മഞ്ഞ എല്ലാ ഇലകളും എല്ലാം കൂടെ. അതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പറിച്ച് പൂ ഉണ്ടാക്കി വയ്ക്കുക, മാല കെട്ടി പിന്നെ ദൈവങ്ങളുടെ പടത്തിലൊക്കെ വയ്ക്കുക. അതൊക്കെ എനിക്ക് വലിയ ഉത്സാഹമായിരുന്നു. അപ്പോൾ അമ്മയും കൂടി വന്ന് ഞങ്ങൾ അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. രാമപുരത്ത് ഞങ്ങളുടെ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അമ്മയ്ക്ക് ഇരുന്ന് എഴുതാനൊരു കസേരയില്ല, ഒരു മേശയില്ല. എപ്പോഴും തറയിലിരുന്ന് ആണ് എഴുതുക, അല്ലെങ്കിൽ അടുക്കളപ്പടിയിൽ വെച്ചിരുന്ന് എഴുതും. അടുക്കള ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ ഓടി വന്ന് അടുക്കളപ്പടിയിൽ വെച്ച് എഴുതുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പേനയോ അല്ല ഒരു പെൻസിലോ ഒരു കടലാസും കാണും അവിടെ. എന്തെങ്കിലും ഒരു എഴുതണം എന്ന് തോന്നുമ്പോൾ 2 വരി അതിനകത്ത് എഴുതും, പിന്നെ ബാക്കി ജോലി ചെയ്യും. അങ്ങനെ അടുക്കളപ്പണിയും എഴുത്തും കൂടി അമ്മ അങ്ങനെ കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ പിന്നെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടുമ്പോൾ ആണ് വായിക്കുക. എപ്പം നോക്കിയാലും അമ്മയുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബുക്ക് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ അധികവും ഞാൻ കണ്ടിട്ടുള്ളത്. വായനയാണ് ഏറ്റവും. പകൽ സമയമില്ലെങ്കിൽ രാത്രിയായിരിക്കും ഉറങ്ങാതിരുന്ന് വായിക്കും. അങ്ങനെ അമ്മയ്ക്കൊരു ശീലം ഉണ്ടായിരുന്നു. എന്നും വൈകുന്നേരം ഒരു 6 മണിയാകുമ്പം തുളസിത്തറയിൽ ഒരു തിരി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് പിന്നെ മന്ത്രങ്ങളൊക്കെ ചൊല്ലും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണി നമസ്തുതേ. യാ കുന്ദന്തു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപത്മാസന യാ ബ്രഹ്മച്യുതശങ്കരപ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാമം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഠ്യാവഹ.